1 വയസ്സ് താഴെയുള്ള കുട്ടിക്ക് യാതൊരു കാരണവശാലും ആഡഡ് ഷുഗർ കൊടുക്കാൻ പാടില്ല. എൻ്റെ അടുത്ത് വരുന്നവർ പറയാം വീനിങ് ഫുഡ്, അതായത് നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡ് പറയും. ഇപ്പോൾ 6 മന്ത്സ് കഴിഞ്ഞിട്ട് അതിന് ശേഷം 6-ാം മാസം തുടങ്ങുന്ന ഫുഡ് ഏതാ ഡോക്ടർ നല്ലതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ റാഗിനെ പറയും, മുത്താറി. അതാണ് ഇന്ന് അവൈലബിൾ ഏറ്റവും ബെസ്റ്റ് വീനിങ് സ്റ്റാർട്ടിങ് ഫുഡ്. അതാണ് കാരണം വെച്ചാൽ അതിലിഷ്ടംമാതിരി പ്രോട്ടീൻ ഉണ്ട്, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം ഇഷ്ടംമാരുണ്ട്, അയൺ എല്ലാം ഉണ്ട്. അതൊരു നല്ലൊരു, ഇപ്പം നിങ്ങൾ വലിയ ആൾക്കാരെ നമ്മൾ കാണുന്നില്ല, ഇപ്പം നമ്മൾ മില്ലറ്റ് പറഞ്ഞിട്ട് കളി, ഈ റാഗി ഒരു മില്ലറ്റാണ്. അപ്പം കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് കോംപ്ലിമെൻ്ററി ഞാൻ പറയാം റാഗിയാണ്. അപ്പോൾ റാഗിനെ പറ്റി പല തെറ്റിദ്ധാരണകൾ നടക്കും, ഇത് കൊടുത്താൽ കഫക്കെട്ട് വരും, അതൊക്കെ ഒരു തെറ്റിദ്ധാരണകൾ പറയാൻ നേരത്തെ തണുപ്പാണ്. അപ്പോൾ അത് ഞാൻ പറയാം അത് കൊടുത്തോ കുഴപ്പം, ഞാൻ കൊടുത്തൊരു കുട്ടികൾക്കും അത് കുഴപ്പമുണ്ടായില്ല. ജങ്ക് ഫുഡ് പറയുന്നത് അതാണ് ഇന്നത്തെ കുട്ടിക്കുള്ള വേറൊരു ത്രെട്ട്. അപ്പം ജങ്ക് ഫുഡിൻ്റെ പ്രശ്നം വെച്ചാൽ ജങ്ക് ഫുഡ് എല്ലാം ടേസ്റ്റി ആയിരിക്കും, ഇവൻ നമുക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം ജങ്ക് ഫുഡിന് ഏത് ഫുഡിലും കൂടുതൽ കാലറിയുള്ള ഫുഡ്, അതുമാതിരി കൂടുതൽ ഉപ്പടങ്ങിയത്, ഷുഗർ കൂടുതൽ, ഇതൊക്കെയാണ് നമ്മൾ ജങ്ക് ഫുഡ്. അതുമാതിരി ബോട്ടിൽ വരുന്നതെല്ലാം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതൊക്കെ ജങ്ക് ഫുഡാണ്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം കുട്ടിക്ക് ഇതൊക്കെ കൊടുക്കാതെ നോക്കുവാനല്ലെന്ന്. അതിനെ കൊണ്ട് കുട്ടിക്ക് പലപ്പം കോൺസ്റ്റിപ്പേഷൻ, ഞങ്ങളിപ്പോൾ ഒരുപാട് കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ കാണുന്നുണ്ട്. ആ കോൺസ്റ്റിപ്പേഷനിൽ മെയിൻ പ്രശ്നം അതുമാതിരി വരുന്ന വയറുവേദന, ഇടക്കിടക്ക് വരുന്ന വിട്ടുമാറാതെ വയറുവേദന, ഇതൊക്കെ അതൊക്കെ എൻ്റെ പ്രധാന കാരണം ഫുഡ് തന്നെയാണ്. ഫുഡാണ് നമ്മൾ. അപ്പോൾ ഇതുമാതിരി ഫുഡ് നമ്മൾ പറയല്ലോ ഒരു ലെവൽ കഴിഞ്ഞാൽ എല്ലാം പോയ്സണാണ് ഫുഡ്. അതുകൊണ്ട്